ഹലോ, സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ? അപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് കണ്ടാലോ? ഫസ്റ്റ് ഐറ്റം ബുക്ക് മാർക്കാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളതിനകത്ത് ഈ ഷേപ്പിലുള്ള പേപ്പർ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തെടുത്ത് അടിയിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡ്രൈ ലീഫ് വെച്ച് കൊടുത്ത് മുകളിൽ നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ബുക്ക് മാർക്ക് വളരെ ഈസിയാണ് കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് അത് സ്ക്വയർ ആയിട്ട് വെട്ടിയിട്ട് എന്നിട്ട് അത് നടുക്കൂടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ട്രയാങ്കിൾ അകത്തോടെ വെച്ചിട്ട് മൂന്ന് സൈഡ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. 3 സൈഡ് ഒട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കിത് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം. അടുത്ത ബുക്ക് മാർക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 2 നീളമുള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ഫ്രണ്ടിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ബുക്ക് മാർക്ക് റെഡിയായി. നെക്സ്റ്റ് ബുക്ക് മാർക്ക് വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിനകത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്കത് ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ട്രയാങ്കിളാണ് ചെയ്തേക്കുന്നത്. സ്കൂൾ സപ്ലൈസിൽ ഇന്ന് നമുക്ക് നോട്ട് പാഡ് ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് നിങ്ങളിത് ഇതുപോലെ A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലത്തെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു ക്ലിപ്പ് വെച്ച് ടൈറ്റ് ആക്കി വെച്ചിട്ട് ഒരു സൈഡിൽ നല്ല രീതിയിൽ നമുക്ക് പശ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടത് ഡ്രൈ ആക്കിയിട്ട് പാറ്റേൺ പേപ്പർ എടുത്ത് ഇതിൻ്റെ സൈസിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ കുറച്ച് പേപ്പർ വേണം കേട്ടോ. നമുക്കത് ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കാനാണ്. എന്നിട്ട് അകത്തും ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട് പാഡായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റും ഇതുപോലൊരു നോട്ട് പാഡാണ്. ഇതുപോലത്തെ കട്ടിയുള്ളൊരു ബോർഡ് എടുത്തിട്ട് ഇതുപോലൊരു പാറ്റേൺ പേപ്പർ അതിനകത്ത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നേരത്തെ ഡ്രൈ ആക്കി വെച്ചേക്കുന്ന പേപ്പർ എടുത്ത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എനിക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം തോന്നിയോണ്ട് ചെയ്താ കേട്ടോ. ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൽ ഇന്ന് നമുക്കൊരു ടൈം ടേബിൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ? അത് നിങ്ങളതാ ഈ ഒരു ഷേപ്പിൽ ഈ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയൊരു പീസ് സ്റ്റിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ചെയ്യുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലോട്ട് വലിയൊരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിനിടയ്ക്ക് പേപ്പർ വെക്കാൻ പറ്റും. ഇനി അടുത്തത് ഇതുപോലെ കുറച്ച് ക്ലേ വെച്ച് കൊടുത്തിട്ട് സ്റ്റാൻഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഈ രീതിയിൽ ചെയ്താൽ മതി. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇത് താഴെ വെക്കുമ്പോൾ അത് ഇരിക്കുമെങ്കിലും വലിയ കട്ടിയുള്ള പേപ്പറൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത് ബാക്കിലോട്ട് ഇങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്ക് അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്റ്റിക്ക് ചേർത്തിട്ട് ആ ഒരു ക്ലേ വെച്ച ഗ്യാപ്പിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഇരിക്കും. ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൽ നമുക്ക് ഇന്ന് റീയൂസബിൾ നോട്ട് പാഡ് ഉണ്ടാക്കിയാലോ? ഇതിനായിട്ടൊരു കാർഡ്ബോർഡും ഒരു A4 ഷീറ്റ് പേപ്പറും ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറും വേണം കേട്ടോ. ഇനി ഈ ഒരു കാർഡ്ബോർഡിനെ നമുക്ക് ആ വൈറ്റ് പേപ്പറും കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും അലങ്കോലപ്പണികളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റീയൂസബിൾ നോട്ട് പാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാക്ക് ടു സ്കൂൾ സപ്ലൈസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.